സത്യമായിട്ട് ഞാൻ പറയുക, നന്ദനെ കുറിച്ചോ ഋഷിയെ കുറിച്ചോ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. നന്ദനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തറിയാവുന്ന മാഡം എന്തൊക്കെയാ പറയുന്നത്? മാഡം, ഞാൻ ആദ്യം മാഡത്തോട് സോറി ചോദിക്കാം. ഞാൻ ഋഷിയെ കുറിച്ചൊക്കെ പറഞ്ഞത് മാഡത്തിനെ പരിഹസിച്ചതല്ല. കെവിൻ പറഞ്ഞതുപോലെ മാഡം ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്ന ഒരാളാ. നന്ദനെ കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞത് 101% സത്യ. അതവിടെ നിൽക്കട്ടെ. മാഡം ഋഷിയെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അതെന്താ കാരണം? ഋഷിയെ കണ്ടെത്തിയോ? അത് നിങ്ങൾ അറിയണ്ട. പിന്നെ നന്ദനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസബല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് നന്ദനെ കിട്ടിയിരിക്കണം. എന്തൊക്കെയാടി ആന്റി പറയുന്നേ? ഇനി ആന്റിക്ക് വട്ടായോ? അല്ല കെവിൻ, എന്തൊക്കെയോ രഹസ്യങ്ങള് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഋഷിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകൾ അറിഞ്ഞു കാണണം. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്താ നിനക്കൊരു കമ്പനി ഇല്ലാതെ ബോറടിക്കാണല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് മനസ്സിലാവുക നീ എന്നെ ട്രാപ്പ് ചെയ്യാണെന്ന്. പഞ്ചാര വാക്കം പറഞ്ഞ് കേക്ക് മുറിച്ച് നീ ഒരു നാടകം നടത്തുക. ഒന്നുകിൽ നിന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നെ ഇരയാക്കണം, അതല്ലെങ്കിൽ ഏതോ ഒരു ഘട്ടത്തിൽ എന്നെ തീർക്കണം. അയ്യേ എന്തൊക്കെയാ നന്ദി നീ പറയുന്നേ? നീ ഇനി അഭിനയിക്കേണ്ട പ്രകാശേ. മുമ്പ് നിന്റെ ആഗ്രഹം സാധിക്കാത്തോണ്ട് പാവം മീരെ കൊന്നുകളഞ്ഞ ദുഷ്ടനാണ് നീ. അതിന്റെ ബാക്കി എന്നോട് തീർക്കാനാ നിന്റെ നീക്കം. മടുത്തു എനിക്ക്. അതെ, നിനക്ക് മടുത്തു എനിക്ക് മനസ്സിലായി. ആ, ഈ ഒറ്റയ്ക്കിരുന്നാലേ ആരും ജീവിതമേ വെറുക്കും. ആ, ഈ ജയിലിലാണെങ്കിൽ കുറെ പുള്ളികൾ ഒരു സെല്ലിലാണെങ്കിൽ വർത്തമാനം പറഞ്ഞും വഴക്കൂടിയൊക്കെ സമയം അങ്ങ് പോവും. ആ, പക്ഷെ ഏകാന്ത തടവായാലോ, ആ അത് ഭ്രാന്ത് പിടിക്കും. എന്താ നീ ഏകാന്ത തടവില്ല? നിന്റെ ഈ ഒറ്റപ്പെടലൊന്ന് മാറ്റാൻ ഞങ്ങൾ വേറൊരു തടവുകാരന് കമ്പനി തരാം. എന്താ അതുപോലെ? നീ എന്തൊക്കെ ഭ്രാന്താടാ ഈ പറയുന്നേ? നീ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ നോക്കുകയല്ലേ? നന്ദന്റെ മാനസികാവസ്ഥയെ എനിക്കറിയാം. വീട്ടുകാരെ കാണാതിരിക്കുക, ആ അവർക്കെന്ത് സംഭവിച്ചെന്ന് അറിയാതിരിക്കുക, ആകെ സമനിലേറ്റി പോവും. നന്ദനെ കുറിച്ച് അറിയാതെ
നന്ദന് വേണ്ടപ്പെട്ടവര് വിഷമിച്ചിരിക്കുകയായിരിക്കും. പോട്ടെ നന്ദ, വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാം. നന്ദന്റെ നിമിഷങ്ങൾ രസമുള്ളതും സമാധാനമുള്ളതും ആക്കാൻ വേണ്ടി നന്ദന് ഞാനൊരു സുഹൃത്തിനെ തരാം. പ്ലീസ് വെയിറ്റ്. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട. വേണം നന്ദ. ഈ ഏകാന്തമായ മനസ്സുകൾ ചെകുത്താന്റെ ഇരിപ്പിടമാണെന്നോ മറ്റൊരു ചൊല്ലുണ്ടല്ലോ. നന്ദൻ മാലാഖയല്ലേ? ഏയ്, മാലാഖയുടെ മനസ്സിൽ സാത്താൻ കയറാൻ പാടില്ല. ആ, അതിന് ഞാൻ സമ്മതിക്കില്ല. നമുക്കേ വഴിയുണ്ടാക്കാം. നീ ധൈര്യമായിട്ടിരിക്കേ. ആ, അമ്മയെ അവഹേളിച്ചതിന് അവനോട് പകരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അന്ന് അമ്മ കരഞ്ഞില്ലേ? ആ കണ്ണീര് കണ്ടപ്പോഴാ ഞാൻ മനസ്സിൽ കുറിച്ചത്. അമ്മയുടെ ആ കണ്ണീരിന് ഞാൻ കണക്ക് തീർക്കൂല. അമ്മ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കരയുമ്പോ എന്തുകൊണ്ടാന്നറിയാന്ന്. അതുപോലെ അമ്മയുടെ അന്നത്തെ കണ്ണീരിന്റെ അർത്ഥം അതെനിക്കും അറിയായിരുന്നു. അത് അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ദയനീയതയായിരുന്നു. അതിന് പകരം ചെയ്തില്ലെങ്കിൽ മരണം വരെ അമ്മയുടെ കണ്ണീര് എന്റെ ഈ കണ്ണിന് മുമ്പിൽ നിൽക്കുമായിരുന്നു. അമ്മ കഴിക്ക്. അമ്മയുടെ പൊന്നുമോനല്ലേ. പ്രഭേ, ആ താൻ ഇവിടെ ഇരിക്കുകയാണോ? ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. പ്രഭ, താൻ താഴേക്ക് വാ. എന്തിനാ? ഞാൻ വരുന്നില്ല. നന്ദന്റെ കാര്യങ്ങൾ സംസാരിക്കാനാ ഹരിയേട്ടൻ വന്നിരിക്കുന്നത്. സംസാരിച്ചോളൂ. നിങ്ങളൊക്കെ കൂടിയല്ലേ ഓരോന്ന് ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. കുറെ കാലമായില്ലേ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഫലം ഉണ്ടായോ? നയതന്ത്ര ചർച്ചകൾ പോലെയാ ആലോചനകള്. നാളെ എല്ലാം ഓക്കെ ആവും. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങള്? ഒരു ചുക്കും നടന്നില്ല. വെറുതെ ഒരു പ്രഹസനത്തിന് സാക്ഷിയായിട്ടിരിക്കാൻ ഞാനില്ല. ഈ സമയത്ത് തന്നോട് തർക്കിക്കാനൊന്നും വയ്യ. താൻ വന്നില്ലെങ്കിൽ ഹരിയേട്ടൻ എന്തെങ്കിലും തോന്നും. നമ്മൾ തമ്മിൽ വഴക്കാണെന്ന് കരുതും. ഹരിയേട്ടൻ എന്തെങ്കിലും തോന്നുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ അല്ലേ? എനിക്ക് തലവേദനയാണെന്നോ ഞാൻ ഉറങ്ങുകയാണെന്നോ പറഞ്ഞാ മതി. പ്രഭ, താൻ കാണിക്കുന്ന മോശമാണ്. നിങ്ങൾ കാണിക്കുന്നതിന്റെ അത്രയും മോശമല്ല. മകനെ കാണാതായിട്ടും അവനെ കണ്ടുപിടിക്കുന്നില്ല. അതിലും വലുതല്ലല്ലോ ഹരിയേട്ടനെ കാണാൻ താഴേക്ക് വരാത്തത്. സിദ്ധു ചെല്ല്, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്ക്. കൂടിയാലോചനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ കൂടി വിളിക്ക്. അങ്ങനെ ഇന്റർനാഷണൽ രീതിയിലല്ലേ നിങ്ങളുടെ ചർച്ച.
അപ്പോൾ ചുരുക്കി പറഞ്ഞ നന്ദനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം കൃത്യമായി അരുന്ധതിയുടെ മേൽ കൊണ്ടുവച്ചു അല്ലേ? അതെ അങ്കിൾ. ഋഷി നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് തന്നെ ഇപ്പൊ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പാണോ? എന്താ സംശയം? നന്ദുവിനോടും ഈ കുടുംബത്തോടും അരുന്ധതി മാഡം കാണിച്ച ദ്രോഹങ്ങൾ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ നമ്മളായിട്ടൊരു തിരിച്ചടി ചെയ്തു എന്ന് തന്നെ അവര് കരുതുന്നുണ്ടാവും. ഇനി നന്ദുവിനെ അന്വേഷിച്ച് അവര് പരക്കം പായും. നോക്കിക്കോ. പ്രഭയപ്പ വരികരിയട്ട തലവേദന എടുക്കുകയാണെന്ന് പറഞ്ഞു. ആ വരട്ടോ, താനിവിടെ ഇരിക്കും. ദേവികയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് താൻ എന്തു പറയുന്നു? കാര്യങ്ങളൊക്കെ നല്ലതാ. ഇതൊരു കൃത്യമായ തന്ത്രവാ. പക്ഷേ നാട്ടിലെ MLA അവരുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മകനെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്താ മോള് പെട്ടുപോവില്ലേ? അവരങ്ങനെ പരാതി കൊടുക്കാതിരിക്കാനാ അച്ഛാ ഞാൻ എസ്തപ്പൻ ചേട്ടനെ കൂടെ കൂട്ടിയത്. ഒരു പരാതി കൊടുക്കുന്നതിന് മുൻപ് എസ്തപ്പൻ ചേട്ടന്റെ മുഖം അവരൊന്ന് ആലോചിക്കില്ലേ? ആരോടെങ്കിലും ഒരു പരാതി പറഞ്ഞ അടുത്ത നിമിഷം അവരുടെ മകൻ ഋഷി കൊല്ലപ്പെടുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. ആ കൃത്യമായ നീക്കം തന്നെ ദേവിയുടെ. നന്ദനെ കുറിച്ച് അരുന്ധതിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അവര് ദേവികയെ വിളിക്കും. നന്ദനെ ദേവിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും. പക്ഷേ നന്ദനെ കാണാതായതിന്റെ പിറകിൽ അരുന്ധതിയാണെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. എന്റെ കണക്കുകൂട്ടലിൽ ബഹളങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും പോകാതെ സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാ ഇപ്പൊ അവർക്കുള്ളത്. അപ്പൊ പിന്നെ നന്ദൻ ആരുടെ കസ്റ്റഡിയിലായിരിക്കുന്ന ഹരിയേട്ടൻ പറയുന്നത്? എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഒരു ഊഹം പോലെ പറയുന്നു എന്നേ ഉള്ളൂ. അവസരം നോക്കിയിരുന്ന മറ്റാരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ? അതിനാവും കൂടുതൽ സാധ്യത. നന്ദനോട് ഏതെങ്കിലും തരത്തിൽ പകയോ വൈരാഗ്യവുമുള്ള ഏതോ ഒരാൾ. നന്ദുവിനോട് ഏറ്റവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത് ഋഷിക്കായിരുന്നു. അരുന്ധതി മാഡത്തിനും ഒരു പരിധിവരെ അതുണ്ട്. നന്ദുവിന് ശത്രുക്കളായിട്ട് മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിൾ. തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഇനി പ്രകാശ് മേനോൻ അരുന്ധതിയുടെ കാര്യം പറഞ്ഞാ ഇവിടെ വന്നത് അല്ലേ? ആ അതെ അങ്കിൾ. കാർത്തികേയൻ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് വെച്ചാ അയാൾ അരുന്ധതിയുടെ കാര്യം പറഞ്ഞത്. അതിപ്പോ കാർത്തികേയൻ മനപ്പൂർവ്വം ഒരു കെട്ടുകഥ പറഞ്ഞത് ആവാലോ. കാർത്തികേയൻ മാത്രമല്ല, കെട്ടുകഥയുണ്ടാക്കാൻ പ്രകാശ് മേനോനും പറ്റും. ഇല്ല അങ്കിൾ, പ്രകാശിന്റെ സംസാരവും രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോ അയാളെ സംശയിക്കേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതോ ഒരു അജ്ഞാതൻ ഉണ്ടായിക്കൂടുന്നില്ല എന്നുവെച്ച് കെവിനെയും ഇസബെല്ലയും സംശയിക്കേണ്ട എന്നല്ല. പുതിയൊരാളുണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയണ്ട. കെവിനെ, നമ്മൾ പെട്ടു കെവിനെ. നമ്മളറിയാത്ത എന്തൊക്കെയോ കളികള് എവിടേക്കോ നടക്കുന്നുണ്ട്. പാപ്പ, അരുന്ധതി മാഡം വന്ന് ബഹളം വെച്ചത് അതിന്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാപ്പൻ എന്താ തോന്നുന്നത്? ശരിയാ, അരുന്ധതിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. അവർ ഋഷിയെക്കുറിച്ച് ടെൻഷനായിട്ടാണല്ലോ പറഞ്ഞത്. അതെ, ഋഷിയുടെ കാര്യം വിട്ടേക്കാൻ അവർ പറഞ്ഞു. മൊത്തത്തില് എനിക്കിപ്പോ കിളി പോയ അവസ്ഥയാ. തുടക്കത്തിലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിയിരുന്നെങ്കിൽ ഇപ്പോ കൈയും കാലോട്ട് അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പോട്ടെ, നീ ടെൻഷനുണ്ട്.
എന്തു വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. കെവിനും ബോൾഡായിട്ട് നിൽക്കണം. അന്വേഷണം കൂടുതൽ ശക്തമാക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബലം ഉണ്ടാവും സാർ? നോക്കാടോ, ഞാനും രണ്ടിലൊന്നും അറിയാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇല്ല. കെവിൻ, നാളെ രാവിലെ നീ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എവിടേക്ക് വില്ല? പറയാം. എന്താടാ നോക്കിയിരിക്കുന്നേ? കിടന്നുറങ്ങടാ. എന്താടാ നിനക്കൊരു കള്ള ലക്ഷണം? കിടന്നുറങ്ങടാ. ഹലോ അമ്മേ. മോനെ ഋഷി, അമ്മേ
ഞാൻ അമ്മേ മോനെ നീ ഇതെവിടെയാ? അമ്മേ അത് ഞാൻ അമ്മേ മോനെ ഋഷി, ഹലോ മോനെ ഋഷി. ഈശ്വര, നിനക്ക് നിന്റെ അമ്മയെ വിളിച്ചറിയിക്കണം അല്ലടാ. സാർ നീയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ആ ഫോൺ എടുത്ത് സിം ഊരിക്കളാ. ആ ഫോണും കൊണ്ടുകളാ. രാത്രിക്ക് രാത്രി നീ സ്റ്റേറ്റ് കിടന്നോണം കേട്ടോ. ശരി സാർ. ഈശ്വര, എന്റെ മോൻ. എനിക്കറിയാടാ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ബോറടിയാ. നിനക്കത് ഞാൻ മാറ്റിത്തരാം. എടാ പൊന്നു മോനെ, വേണ്ടാതിനം കാണിച്ചാ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോവില്ല. ഈശ്വര, എന്റെ മോൻ. നിന്റെ അമ്മ അരുന്ധിതയെ കാണാതെ എടാ നിനക്ക് പരലോകത്തേക്ക് പോകേണ്ടി വരും, അറിയാം. പോയി കിടക്കണം അവിടെ.